നാം വായിക്കുമ്പോൾ ഇങ്ങനെയാ കാണുന്നത്, ദൈവം ഷണ്ഡാധിപന്റെ മുൻപിൽ ദയയും കരുണയും ലഭിപ്പാൻ അവനെ ഇടവരുത്തി. നമുക്ക് ഈ 9-ാമത്തെ വാക്യം മതി. ദയയും കരുണയും ലഭിക്കണ കഥാവേ. പക്ഷെ തീരുമാനമെടുക്കുന്നവന് മാത്രമേ എന്തുള്ളൂ? 8-ാമത്തെ വാക്യം ഇല്ലാതെ 9-ാമത്തെ വാക്യം ഇല്ല കേട്ടോ. ഒരു വിശുദ്ധിയിൽ ജീവിക്കാൻ തീരുമാനമെടുക്കുന്നവന്റെ മേൽ മാത്രമേ ദൈവത്തിന്റെ കരുണയും ദയയും ദൈവം നൽകുകയുള്ളൂ. അതിനപ്പുറം ഒരു പ്രവൃത്തിയും ദൈവത്തിന് ചെയ്യാൻ കഴിയില്ല. ഡോണ്ട് ബ്ലെയിം ഗോഡ് ഫോർ യുവർ ഫെയിലിയേഴ്സ്. നിങ്ങളുടെ പരാജയത്തിന് ദൈവത്തെ നിങ്ങൾ എന്ത് ചെയ്യരുത്? പഴിചാരരുത്. നിങ്ങളെ തന്നെ പഴിചാരണം. നമ്മുടെ തീരുമാനത്തിന്റെ ശേഷിക്കുറവ് പലപ്പോഴും പല പാപങ്ങളിലും നാം അകപ്പെട്ടു പോകുന്നത്. രാത്രി തീരുമാനമെടുക്കാൻ കഴിയണം. ഞാൻ വിശുദ്ധനായി ജീവിക്കും. ദൈവിക തീരുമാനങ്ങൾക്ക് എതിരെ ഞാൻ പ്രവർത്തിക്കുകയില്ല. ഈ ശക്തമായ ഒരു തീരുമാനമാണ് ഒരു വിശുദ്ധിയിലേക്ക് നമ്മെ നയിക്കേണ്ടതാണ്. ഈ ഹോളിനെസ് ഈസ് ദ മാറ്റർ ഓഫ് ഹേർട്ട്. നമ്മുടെ തീരുമാനത്തിന്റെ ഭാഗമായല്ല വിശുദ്ധി എന്നുള്ളത്. ഹൃദയത്തിൽ നിന്നെടുക്കുന്ന ഒരു തീരുമാനമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരുപാട് വാക്യങ്ങളുണ്ട്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ 14-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചിട്ടുണ്ടോ? അശുദ്ധനിൽ നിന്നും ജനിച്ച വിശുദ്ധൻ ഉണ്ടോ? അശുദ്ധനിൽ നിന്നും ജനിച്ച വിശുദ്ധൻ ഉണ്ടോ? ഉത്തരം അവിടെ തന്നെ കൊടുക്കുന്നുണ്ട്. ഒരുത്തനുമില്ല. റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ഡം മുഴുവൻ അങ്ങനെ തന്നെ. വേർ വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം, ഉറവിന്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുവെള്ളവും പുറപ്പെട്ടു വരുമോ? 3 വാക്യങ്ങളാ ഞാൻ ഇവിടെ വായിച്ചത്. അവിടെയെല്ലാം ലേഖകർ ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ്: നമ്മുടെ ഹൃദയത്തിനകത്ത് എന്തുണ്ടോ അത് മാത്രമേ നമ്മിൽ നിന്ന് പുറത്തേക്ക് വരികയുള്ളൂ. ഇന്ന് രാത്രി നമ്മുടെ ഹൃദയത്തിനകത്ത് വിശുദ്ധിക്ക് വേണ്ടിയുള്ള തീരുമാനമുണ്ടെങ്കിൽ മാത്രമേ ഒരു വിശുദ്ധമായ ഫലം നമുക്ക് പുറപ്പെടുവിക്കാൻ കഴിയുകയുള്ളൂ. അകത്ത് വിശുദ്ധിയില്ലെങ്കിൽ അത് ഒരിക്കലും പുറത്ത് കാണിക്കാൻ കഴിയുകയില്ല. ഈ രാത്രി വേർ വിശുദ്ധമെങ്കിൽ കൊമ്പുകളും വിശുദ്ധമാണ്. ഒരേ ഉറവയിൽ നിന്ന് കയ്പും മധുരവുമുള്ള വെള്ളം ഒരിക്കലും പുറപ്പെടുകയില്ല. ഒരു അശുദ്ധനിൽ നിന്ന് ഒരു വിശുദ്ധനും ജനിക്കുകയില്ല. ആകയാൽ ഈ രാത്രി നമുക്കൊരു കാര്യം തീരുമാനിക്കാനായിട്ട് കഴിയണം. എന്റെ ഹൃദയത്തിന്റെ അന്തരംഗത്തിൽ വിശുദ്ധനായി ജീവിക്കുവാൻ ഞാനൊരു തീരുമാനം എടുത്തിരിക്കുന്നുവെന്നുള്ള ഒരു ഉറപ്പും ധൈര്യവും നമുക്ക് പ്രാപിക്കാനായിട്ട് കഴിയണം. കർത്താവിന്റെ പ്രമാണത്തിൽ കർത്താവ് പറയുന്ന, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവൻ ഭാഗ്യവാൻ. നീതിക്ക് വിശന്ന് അകത്ത് നിന്ന് തരേണ്ട ഒരു കാര്യമാണ്. They shall be filled. അങ്ങനെയുള്ളവനായി എന്ത് ചെയ്യുന്നത്? വിശുദ്ധി കൊണ്ട് നിറയപ്പെടുന്നത്. നമ്മുടെ അകത്തൊരാഗ്രഹം ഉണ്ടായിരിക്കണം, കർത്താവേ എനിക്കൊരു വിശുദ്ധനായി ജീവിക്കണം. അതാണ് നമ്മെ ഒരു വിശുദ്ധിയുടെ പർവ്വതത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അടുത്ത ഒരു ചിന്ത, വിശുദ്ധ ജീവിതം നാം പ്രാക്ടീസ് ചെയ്യണം, അഭ്യസിക്കണം. ഒന്ന്, ഞാൻ പറഞ്ഞത് വിശുദ്ധിയെ സ്നേഹിക്കണം. 2, ദൈവക്ഷമയുടെ ആഴം നാം മനസ്സിലാക്കുമ്പോൾ നമുക്ക് വിശുദ്ധനായി ജീവിക്കാൻ കഴിയും. പാപം ചെയ്യാൻ കഴിയില്ല, വിശുദ്ധനായി ജീവിക്കാനേ കഴിയത്തുള്ളൂ. 3-മതായി ഞാൻ പറഞ്ഞത്, ഒരു തീരുമാനം നാം എന്ത് ചെയ്യണം? എടുക്കണം വിശുദ്ധനായി ജീവിക്കാൻ. ഹൃദയത്തിനകത്തു നിന്ന് വരുന്നത് മാത്രമേ പുറത്തോക്ക് വരാനായിട്ട് കഴിയുകയുള്ളൂ. പിന്നീട് ഒരു വിശുദ്ധ ജീവിതത്തിനു വേണ്ടി ഒരു അഭ്യസനം നമുക്കുണ്ടായിരിക്കണം. വേദപുസ്തകത്തില് ഉപദേശവും സാക്ഷ്യവുമുണ്ട്. ഉപദേശം മാത്രമല്ല, അത് ചെയ്തവരുടെ സാക്ഷ്യവും വേദപുസ്തകത്തിൽ ഉണ്ട്. വേറെ ഗ്രന്ഥങ്ങളിലൊന്നും സാക്ഷ്യമില്ല, ഉപദേശം മാത്രമേ ഉള്ളൂ. നിങ്ങൾ
ഇതര മതഗ്രന്ഥങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. വായിക്കാനായിട്ട് ബൈബിൾ പോലും വായിക്കാൻ സമയം ഇല്ലല്ലോ. എങ്കിലും ഞാൻ പറയുക, ഇതര മതഗ്രന്ഥങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ അതിനകത്ത് സാക്ഷ്യമില്ല, ഉപദേശങ്ങൾ മാത്രമേ ഉള്ളൂ. ഖുർആൻ എടുക്കൂ, ഭഗവത്ഗീത എടുക്കൂ, ഉപനിഷത്ത് എടുക്കൂ, ഋഗ്വേദമോ യജുർവേദമോ സാമവേദമോ അഥർവവേദമോ എടുക്കൂ, അല്ലെങ്കിൽ ശങ്കരാചാര്യ ഫിലോസഫി എടുക്കൂ, ബ്രഹ്മസത്യം ജഗദ്വിദ്യം ജീവോ ബ്രഹ്മ ഇവനാപരം. ഉപദേശങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഗ്രന്ഥങ്ങളാണ് ഈ ഗ്രന്ഥങ്ങളെല്ലാം. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ മാത്രമേ ഉപദേശവും അത് നിവർത്തിച്ചവരുടെ ജീവിത സാക്ഷ്യവും ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. മറ്റൊരു ഗ്രന്ഥങ്ങളിലും അത് കാണാൻ കഴിയുന്നില്ല. എന്താ അതിന്റെ തെളിവ്? ഈ പറഞ്ഞ ഉപദേശം പ്രാക്ടീസ് ചെയ്ത ചിലരും ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ട് വേദപുസ്തകം ഉപദേശവും സാക്ഷ്യവും ഒരുപോലെ നൽകുന്ന ഒരു ഗ്രന്ഥമാണ്. കഴിഞ്ഞ ദിവസം ഒരു സോപ്പിന്റെ പരസ്യം കണ്ടു. ആ സോപ്പിന്റെ പരസ്യം എങ്ങനെയാണ്? പാപം ഒഴികെ സകലവും കഴുകിക്കളയും. ഞാൻ ആ പരസ്യം കണ്ടപ്പോൾ ചിന്തിച്ചു, ഇത് ഏതെങ്കിലും അങ്ങനെ ആ സോപ്പൊന്ന് വാങ്ങിച്ചു, പാപം പോയിട്ട് ശരീരത്തെ ചെളി പോലും എന്ത് ചെയ്തില്ല, പോകത്തില്ല. കഴിഞ്ഞ ദിവസം തൃശ്ശൂരേക്ക് പോകുമ്പോഴത്തേക്ക് ഒരു വലിയ ബോർഡ് വെച്ചിരിക്കുന്നു, നിന്റെ തലയെ എന്തോ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും, തുളസി ഹെയർ ഓയിൽ. പരസ്യമാണ്. ഇപ്പൊ വേദപുസ്തകത്തിന്റെ വാക്യമൊക്കെയാണ്. ഈ കമ്പനിക്കാരൊക്കെ വെറുതെ പറയുന്നതല്ല, ഇടയ്ക്കൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ച ഈ പരസ്യമൊക്കെ. വേദപുസ്തകം പറയുന്നത് ഈ സോപ്പിന്റെ പരസ്യം പോലൊന്നും അല്ല. ഉപദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്ത സാക്ഷ്യമുള്ള ആളുകളുടെ ജീവിത സാക്ഷ്യവും വിശുദ്ധ വേദപുസ്തകത്തിനകത്തുന്നുണ്ട്. എനിക്ക് ഏറ്റവും വലിയ സ്നേഹവും ബഹുമാനവും വിശുദ്ധ വേദപുസ്തകത്തോടുള്ളതിൽ ഒന്നാണത്. വിശുദ്ധ വേദപുസ്തകം വെറുതെ ഉപദേശിക്കുക മാത്രമല്ല, ഓരോ കാലഘട്ടത്തിലും ആ ഉപദേശം നെഞ്ചിലേറ്റി വിശുദ്ധിയോടെ ജീവിച്ച ഒരു വറ്റം വിശുദ്ധന്മാർ ജീവിച്ചിരുന്നു എന്ന് ഈ വേദപുസ്തകം സാക്ഷ്യം പറയും. രാത്രി പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാലത്തും ഒരു സാക്ഷ്യം ഉണ്ടാകണം. ഈ വിശുദ്ധ വേദപുസ്തകം മാത്രം എടുത്തു നടക്കുകയല്ല, അതിന് പ്രകാരം ജീവിച്ചിരിക്കുന്ന ഒരു ശേഷിപ്പിന്റെ സാക്ഷ്യം അടുത്ത തലമുറയ്ക്ക് നമുക്ക് നൽകാനായിട്ട് കഴിയണം. യേശു പറയുക, ഈ വചനങ്ങളാൽ നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരായി തീർന്നിരിക്കുന്നു. ഒരമ്പരപ്പെട്ടു പോയി പറഞ്ഞോണ്ടിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക? ശുദ്ധിയുള്ളവർ ആവുകയാണ്. സാധാരണഗതിയില് ഒരു കാര്യം കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ വിശുദ്ധി പ്രാപിക്കാൻ കഴിയുമോ? ഒരൊറ്റ കാര്യം ഒരു വിശുദ്ധ വേദപുസ്തകത്തിന് മാത്രമേ അതിന് കഴിയത്തുള്ളൂ. അതിന്റെ കേൾവിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും? വിശുദ്ധീകരണം ഉണ്ടാകും. വിശുദ്ധിയെ കുറിച്ചുള്ള ഈ ധ്യാനം കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും ദൈവസഭയിലെ നോട്ടുകൾ കുറിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രാത്രി പ്രിയപ്പെട്ട ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും അതിന്റെ മുൻപിലായിരിക്കുമ്പോഴും വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ ക്ലെൻസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ മറ്റ് ഒന്നിനും അങ്ങനെ നമ്മെ വിശുദ്ധീകരിക്കാനായി കഴിയുകയില്ല. ഒരു സർജന്റെ കയ്യിലുള്ള മൂർച്ചയേറിയ കത്തിയേക്കാൾ മൂർച്ചയുള്ളതാണ് ദൈവത്തിന്റെ വചനം. വായിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ വചനം നമ്മെ എന്ത് ചെയ്യും? വിശുദ്ധീകരിക്കും. അപ്പോൾ വിശുദ്ധി അഭ്യസിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിന്റെ വചനം എന്ത് ചെയ്യണം? വായിക്കണം. 1 മണിക്കൂർ ദൈവത്തിന്റെ വചനം എല്ലാ ദിവസവും വായിക്കുന്ന ആളുകൾ ഒന്ന് കൈ ഉയർത്തിക്കേ. കണ്ണടച്ച് കൈ ഉയർത്തണ്ട. നമ്മുടെ ഒരു ശീലമാണല്ലോ ഇപ്പം കണ്ണടച്ചിട്ട് കൈ ഉയർത്തണം. ഞാൻ പറയുന്നത് കൈ ഉയർത്തുമ്പോ കണ്ണ് തുറന്ന് എന്ത് ചെയ്യണം? കണ്ണോട് നമ്മൾ കൈ ഉയർത്താൻ
അതിന്റെ അർത്ഥം എന്താ? ഇത് കള്ളത്തരമാണ്. കാരണം പണ്ട് പോലെ കണ്ണടച്ചിട്ട് കൈ ഉയർത്തണം നമ്മൾ പറയുന്നു. ഞാൻ പറയുന്നത് കണ്ണ് തുറന്നുകൊണ്ട് എന്ത് ചെയ്യണം? ഇവിടെ കഥാവിന്റെ ദാസന്റെ കഴിഞ്ഞ കണ്ടു 1 മണിക്കൂർ കണ്ണ് തുറന്നൊന്ന് കൈ ഉയർത്താൻ കഴിയുന്ന ആളുകൾ 1 മണിക്കൂർ ദൈവത്തിന്റെ വചനം. ഈ ക്ലാസ്സുകൾ വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ ക്ലാസ് കേട്ട് കാസറ്റും മേടിച്ച് നോട്ടും കുറിച്ച് പോയിട്ട് കാര്യമില്ല. ഇല്ല, ദൈവത്തിന്റെ വചനം നാം വായിക്കണം. മിനിമം 1 hour, 24 hours ആ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. 1 മണിക്കൂർ, 6 മണിക്കൂർ ഉറങ്ങിയാലും ഒരു പ്രശ്നമില്ല നമ്മുടെ ആരോഗ്യത്തിന്. 1 മണിക്കൂർ. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വ്യത്യാസം ഉണ്ടാകും. ഒരു ഭയങ്കര വ്യത്യാസം നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. നിങ്ങളുടെ ജീവിതം മാറി മാറി. ഞാൻ എപ്പോഴും എൻ്റെ അനുഭവം പറയുമ്പോൾ, ഞാൻ ക്യാമ്പസിൽ മഹാരാജ് കോളേജിൽ വെച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാനായിട്ട് ദൈവം എനിക്ക് അവസരം നൽകുന്നു. അവിടെ വെച്ച് എൻ്റെ പാപങ്ങളുടെ വലിയ ബോധം എൻ്റെ ഹൃദയത്തിനകത്തേക്ക് വന്നു. കർത്താവ് രക്ഷയിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു ബോധം എന്ന് പറഞ്ഞാൽ ശിക്ഷയുടെ ബോധമല്ല വരുന്നത്, കുറ്റബോധമാണ് വരുന്നത്. അങ്ങനെ കർത്താവിലേക്ക് വന്നു. ഞാൻ അതിന്റെ നെക്സ്റ്റ് ഡേ ബൈബിൾ വായിച്ചത് ഞാൻ ഓർക്കുന്നു. രാവിലെ എൻ്റെ മുറിയിൽ കയറി ബൈബിൾ വായന തുടങ്ങിയതാണ്. വൈകിട്ട് 8 മണിയായിട്ടും എൻ്റെ ബൈബിൾ വായന അവസാനിച്ചില്ല. ഇപ്പൊ അത്തരം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം രാവിലെ ഞാൻ എഴുന്നേൽക്കും, ദൈവത്തിന്റെ വചനം വായിക്കും. എൻ്റെ പിതാവ് മാതാവും കൂടെ പറയുന്ന കേട്ടു, ഇവൻ എന്തെങ്കിലും പറ്റിയോ, ഈ ആത്മീയ ഭ്രാന്തം എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ വല്ലതും കയറിയോ. പക്ഷെ ഞാൻ പറയട്ടെ, ആ നിരന്തരമായ ദൈവത്തിന്റെ വചനത്തിന്റെ വായന എൻ്റെ ജീവിതത്തെ ക്ലെൻസ് ചെയ്യുകയായിരുന്നു, എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കുകയായിരുന്നു. ദൈവത്തിന്റെ മഹത്വം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, വചനത്തിന്റെ വായനയാണ് നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നത്. എത്ര പേർക്ക് ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കാൻ കഴിയും? ഒരു തീരുമാനമെടുക്കാൻ കഴിയും. കണ്ണുകൾ അടച്ചല്ല തീരുമാനമെടുക്കേണ്ടതാണ്. ഇന്ന് രാത്രി കണ്ണുകൾ തുറന്ന് ചങ്കൂറ്റത്തോടെ ഒരു തീരുമാനമെടുക്കാൻ കഴിയുമോ? നാളെ ഒരു ദിവസം ലഭിക്കുന്നത് വേണ്ടി കാത്തിരിക്കാതെ ഇന്ന് രാത്രി മുതൽ 1 മണിക്കൂർ ദൈവത്തിന്റെ വചനം ധ്യാനിക്കുവാൻ എന്നെ തന്നെ ദൈവോന്മുഖായി സമർപ്പിച്ചിരിക്കുന്നു എന്ന് തീരുമാനിക്കുന്ന കരങ്ങൾ ഇന്ന് രാത്രി ഒന്ന് ഉയരട്ടെ. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്, തീരുമാനം നിർവഹിക്കാൻ കഴിയുമോ എന്നുള്ള ആശങ്കയിലല്ല ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്തു പ്രതിസന്ധി വന്നാൽ ദൈവത്തിന്റെ വചനം ഞാൻ വായിച്ചിരിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളവർക്ക് മാത്രമേ വിശുദ്ധീകരിക്കപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, എല്ലായിടത്തൊക്കെ മീറ്റിങ്ങിന് യോഗത്തിനൊക്കെ പോകുന്നതല്ലേ, ഇങ്ങനെ ഒരു ബൈബിളൊക്കെ ഒരു കവറിനകത്തൊക്കെ ഇട്ട് നല്ല കൊട്ട നടക്കട്ടെ? ന്യായമായൊരു ചോദ്യമാണ്. ഒറീസയിൽ വെച്ച് 1998 എൻ്റെ ബൈബിള് കത്തിച്ച് കളഞ്ഞതാ. അത് ഞാൻ 20 വർഷം കൊണ്ടാണ് ബൈബിളാണ്. അതായിരുന്നു ഇപ്പം എൻ്റെ കയ്യിൽ. അതിന് ശേഷം വാങ്ങിച്ചതാണ് ഈ ബൈബിള്. ഞാൻ പറഞ്ഞേ, പുതിയ കവറൊക്കെ വാങ്ങിക്കുമ്പോൾ പിന്നെ അതിൻ്റെ സിപ്പ് പോകുമെന്ന് പേടിച്ച് തുറക്കാൻ സാധ്യത ഇല്ല. നിങ്ങൾ സിപ്പുള്ള ബൈബിള് വാങ്ങിക്കരുത് കേട്ടോ. സിപ്പുള്ള ബൈബിള് വാങ്ങിച്ചുള്ള പ്രശ്നം, ഈ സിപ്പ് കേടായി പോകുമെന്നുള്ള പേടി നിർത്തിയിട്ടില്ല. സാധാരണ പറയാം, സവര 500 രൂപയ്ക്ക് മേടിച്ച ബൈബിളാണ്. നാട്ടിലാണെങ്കിൽ ഒരെണ്ണം മേടിക്കാൻ, ഇവിടെ ഇപ്പം ഗൾഫിലാണല്ലോ, പെട്ടെന്ന് പോയി മേടിക്കാൻ പറ്റത്തുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, തുറക്കട്ടെ എപ്പോഴും സിപ്പ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് സിപ്പ് ഇല്ലാത്ത ബൈബിള് വാങ്ങിക്കാൻ മതി. അപ്പൊ എപ്പോഴും തുറന്ന് എന്ത് ചെയ്യാം. ബൈബിളിന്റെ പുറത്തെ കവർ നല്ല കാര്യം, അതിനകത്തെ കണ്ടന്റ് ആ കാര്യം. നീ എങ്ങനെയുള്ള ബൈബിള് കൈ പിടിച്ചേക്കുന്നുള്ള കല്യാണത്തിനൊക്കെ ഇന്ന് ബ്രൈഡ് ഗ്രൂംസ് ഒന്നും ബൈബിൾ ഇല്ലാതാ വരുന്നത്.
കഴിഞ്ഞ ഒരു ദിവസം ഒരു കല്യാണം നടത്താൻ പോയപ്പോഴത്തേക്ക് രണ്ടുപേരും കൈവീശി വന്ന് ഞാൻ ആ കല്യാണം നടത്തുന്നു, നമുക്ക് വളരെ സ്നേഹമുള്ള കൊച്ചായതുകൊണ്ട് ഞാൻ ആ കൊച്ചിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, മോളെ ബൈബിൾ എന്തിയെ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, അയ്യോ പ്രസംഗങ്ങളെ ബൈബിൾ എടുക്കാനായിട്ട് മറന്നുപോയി. ഞാൻ പറഞ്ഞു അപ്പയുടെ അമ്മയുടെ കയ്യിൽ നിന്നൊക്കെ മേടിക്കുക. അപ്പയുടെ അമ്മയുടെ കയ്യിൽ പോയിട്ട് അവിടെ ആരുടെയും ഉപദേശയുടെ കയ്യിൽ ബൈബിൾ ഇരിപ്പുണ്ട്, അത് കൊടുക്കാൻ പറ്റും. സകല നോട്ട് പോയാൽ എഴുതി വെച്ചിട്ട് പോയി നടന്ന സംഭവമായത്. കാലമൊക്കെ മാറി. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രാധാന്യം നമ്മുടെ ഇടയിൽ വളരെ എന്ത് ചെയ്തു, ദുഃഖത്തോടാണ് പറയുന്നത്. ഇത് ബൈബിളിന്റെ കവറും അതിന്റെ പ്രസന്റേഷനും ഔട്ടർ പ്രസന്റേഷനും ഒക്കെയാണ് നമ്മുടെ ലക്ഷ്യം. അതിനകത്തുള്ള കണ്ടന്റിനെ കുറിച്ച് നമുക്ക് യാതൊരു ശ്രദ്ധയുമില്ല. അതിനകത്തുള്ള തിരുവചനത്തെ കുറിച്ച് വലിയ ഗൗരവമേ ഇല്ല. നല്ല ബൈബിൾ ഒന്നും ഇറങ്ങിയിട്ടില്ല എന്നാ ചോദിക്കുന്ന ബുക്ക് ഷോപ്പിൽ എന്നിട്ട്. പുതിയ മോഡലേ, കച്ചവടക്കാര് പുതിയ മോഡൽ ബൈബിള് ഉണ്ടാക്കാനായിട്ട് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബൈബിൾ ഡിസൈനേഴ്സ് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒന്നാണ് വിശുദ്ധ വേദ പുസ്തകം. പക്ഷേ ഈ കാലയളവിൽ ഏറ്റവും കുറച്ച് വായിക്കുന്ന ഒരു ഗ്രന്ഥമായി ബൈബിളും മാറി. ഹാരി പോട്ടർ പുറത്തിറക്കിയ 30 ദിവസം കൊണ്ട് 35 ലക്ഷം പേര് വായിച്ചു തീർത്തു. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ വചനത്തിന്റെ വായനയിൽ നാം ശ്രദ്ധാലുക്കളാകണം. അതിന്റെ കണ്ടന്റ് പ്രധാനപ്പെട്ട കാര്യം. സാധാരണ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ മാത്സിന് ട്യൂഷനുള്ള കുട്ടികൾ, മിക്ക നമ്മുടെ കുട്ടികൾക്ക് മാത്സിന് ട്യൂഷൻ ഉണ്ട്. കാരണം എന്താണെന്നറിയോ? അതിന് വീക്കാണ്. ഞാൻ പറയുന്നത് നമ്മൾ വിശുദ്ധിയിൽ വീക്കാണെങ്കിൽ എക്സ്ട്രാ ട്യൂഷൻ 1 മണിക്കൂർ പോരാ, 1 മണിക്കൂർ എന്ത് ചെയ്യണം? തിരുവചനം വായിക്കണം. എക്സ്ട്രാ ട്യൂഷൻ ഇല്ലാതെ നമുക്ക് വിശുദ്ധിയോടെ ജീവിക്കാൻ കഴിയില്ല. എല്ലാത്തിനും എക്സ്ട്രാ ട്യൂഷൻ കൊടുക്കുന്നുണ്ടല്ലോ അല്ലെ? പക്ഷെ വിശുദ്ധിക്കും ഒരു എക്സ്ട്രാ ട്യൂഷൻ ആവശ്യമാണ്. വിശുദ്ധിയോടെ ജീവിക്കാനായിട്ട് വളരെ ശ്രദ്ധയോടെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയണം. രണ്ടാമത്, ഈ അഭ്യസനത്തിൽ നിങ്ങൾ ദൈവത്തിന്റെ വചനം മാത്രം വായിച്ചാൽ പോരാ, വിശുദ്ധിയെ കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കണം. ശ്രദ്ധിക്കണേ, വിശുദ്ധിയെ കുറിച്ച് ഈ നൂറ്റാണ്ടുകളിൽ പുസ്തകങ്ങളൊന്നും എഴുതപ്പെടുന്നില്ല. വിശുദ്ധിയെ കുറിച്ച് എഴുതപ്പെട്ട പുസ്തകങ്ങളെല്ലാം തന്നെ നമ്മുടെ പിന്നിട്ട നൂറ്റാണ്ടിലെ എഴുതിയിട്ടുള്ളൂ. കാരണം ഇപ്പൊ അങ്ങനെ പുസ്തകം എഴുതി കഴിഞ്ഞാൽ വായിക്കാൻ ആരും ഇല്ല. വിശുദ്ധിയെ കുറിച്ചുള്ള പുസ്തകം എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ ചോദിച്ചാൽ നമ്മൾ ആരും എഴുതിയിട്ടില്ല, വായിച്ചിട്ടില്ല. നിങ്ങൾ ബുക്ക് ഷോപ്പിൽ പോയി വിശുദ്ധിയെ കുറിച്ചുള്ള പുസ്തകങ്ങൾ പിക്ക് ചെയ്യണം. ഞാൻ 1-2 ഓതേഴ്സിന്റെ പേര് പറയാം നിങ്ങളുടെ വായനയ്ക്ക് വേണ്ടി. റോബർട്ട് മുറൈ, A.B. സിംപ്സൺ, F.P. മേയർ, ആൻഡ്രൂ മുറേ, ഇങ്ങനെയുള്ള ഭക്തന്മാരായ ആളുകളുണ്ട്. തിയോളജിക്കൽ ബുക്കുകളല്ല, അവരുടെ ജീവിതത്തിന്റെ പ്രാക്ടിക്കലായിട്ടുള്ള വിശുദ്ധിയെ കുറിച്ച് അവർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന പുസ്തകങ്ങളാണ്. ആൻഡ്രൂ മുറയുടെ ഹ്യൂമിലിറ്റി എന്ന് പറയുന്ന പുസ്തകം, താഴ്മ എന്ന മലയാളത്തിൽ ആ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ പ്രിന്റ് ഇല്ല. കാരണം അത് കച്ചവടം ഇല്ലാത്തത് കൊണ്ട് പബ്ലിഷേഴ്സ് പിന്നെ എന്ത് ചെയ്തില്ല, പ്രിന്റ് ചെയ്തില്ല. ക്ലാസിക് ബുക്സ്, വിശുദ്ധിയുള്ള ഏറ്റവും ക്ലാസിക് ബുക്സ് ആണ്, ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ ഇതിന്റെ യോധേഴ്സിന്റെ പേര് നിങ്ങൾ എഴുതി വെക്കണം. നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ തന്നെ വിശുദ്ധിയെ കുറിച്ചുള്ള ഈ പുസ്തകങ്ങൾ കൂടെ എന്ത് ചെയ്യണം, ഒന്ന് വായിക്കാനായിട്ട് ശ്രമിക്കണം. ബയോഗ്രാഫി വായിക്കണം. മാഡം ഗേൾ എന്ന് പറയുന്ന ഗയോൺ, മാഡം ഗയോൺ എന്ന് പറയുന്ന ഏറ്റവും വിശുദ്ധയായ ഒരു ഭക്തയുടെ ജീവിത ചരിത്രമുണ്ട്. അതിന്റെ സബ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് അവർ ചെയ്ത ഏക പാപം ദൈവത്തെ അമിതമായി സ്നേഹിച്ചു. ആ പുസ്തകത്തിന്റെ ഫ്രണ്ടിൽ തന്നെ ചെറുതായി എഴുതി വെച്ചിട്ടുണ്ട്, ആ വനിത ചെയ്ത ഒറ്റ പാപമേ ഉള്ളൂ, ദൈവത്തെ എന്ത് ചെയ്തു, അമിതമായി സ്നേഹിച്ചു, മറ്റൊരു പാപവും ചെയ്തിട്ടില്ല. രാത്രി പ്രിയപ്പെട്ടവരെ, വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പ് നമുക്ക് എടുക്കാനായിട്ട് കഴിയണം. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യവും
2 തിമോത്തി 2-ാം അധ്യായത്തിന്റെ 22-ാം വാക്യവും ഒന്ന് വായിച്ചാൽ. ശുദ്ധ ഹൃദയത്തോടെ ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. ഇവിടെ പറയുന്നത്, പൗലോസ് പറയുന്നത്, എന്നോട് പഠിച്ചു. ആസ് എ ടീച്ചർ, ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ, എന്നിൽ നിന്നും പഠിച്ച കാര്യങ്ങൾ. 2, ഗ്രഹിച്ച കാര്യങ്ങൾ. ഒരു കൂട്ടുകാരനായി നിങ്ങളോട് ഒരുമിച്ച്, ഒരു ഫ്രണ്ടായിട്ട് നിങ്ങളോട് ഒരുമിച്ച് ചരിച്ചപ്പോൾ നിങ്ങൾ ഗ്രഹിച്ച കാര്യങ്ങൾ. ഒരു സഹപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നിങ്ങൾ കേട്ട കാര്യങ്ങൾ. ഒരുമിച്ച് ജീവിച്ചതിൽ നിന്ന് നിങ്ങൾ എന്നിൽ നിന്ന് കണ്ട കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്യണം. വാക്യം മനസ്സിലായോ? കണ്ടത്, കേട്ടത്, പഠിച്ചത്, ഗ്രഹിച്ചത് എന്ത് ചെയ്യണം? ചെയ്യണം. നമ്മളാണെങ്കിൽ പറയും, എന്നെ നോക്കേണ്ട, ദൈവത്തെ നോക്കിയാൽ മതി. മനുഷ്യരെ നോക്കി ഇറങ്ങി കഴിഞ്ഞാൽ ഒന്നും സഹോദര നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ആരെ നോക്കണ്ട. ഇവിടെ വന്നിട്ട് പിന്നെ ഇവിടെ വേണ്ടി ആവശ്യമില്ലല്ലോ. ഒറ്റയ്ക്കൊക്കെ നിന്നാൽ മതി. ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, ക്രിസ്ത്യാനിയായിരിക്കാനും ഒരു വിവാഹം കഴിക്കാനും ഒരാൾക്ക് മാത്രം കഴിയില്ല. ഒരു വിവാഹം കഴിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു പാർട്ട്ണറുടെ ആവശ്യമുണ്ട്. ഒരു ക്രിസ്ത്യാനി ആയിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരാൾക്ക് തന്നെ കഴിയുകയില്ല. ഒരു ഫെലോഷിപ്പ് ആവശ്യമാണ്, ഒരു കൂട്ടായ്മ ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ അഭ്യസനം ഉണ്ടാകണം. നമ്മുടെ കൂട്ടായ്മകൾ നാം കേട്ടും പഠിച്ചും ഗ്രഹിച്ചും അറിഞ്ഞും ഒക്കെ ഇരിക്കുന്ന കാര്യങ്ങൾ വിശുദ്ധിയുടെ അളവിൽ പ്രവർത്തിപ്പാൻ തക്കവണ്ണം നമുക്ക് പ്രചോദനമാകണം. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും മറ്റുള്ളവർക്ക് വിശുദ്ധിയിലേക്കുള്ളൊരു വഴികാട്ടിയായി തീരണം. നമ്മുടെ അടുത്തിരിക്കുന്ന സഹോദരി, നമ്മുടെ അടുത്തിരിക്കുന്ന സഹോദരൻ നമ്മുടെ ജീവിതം കൊണ്ട് വിശുദ്ധീകരിക്കപ്പെടണം. മാതാപിതാക്കളെ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ജീവിതം കൊണ്ട് വിശുദ്ധീകരിക്കപ്പെടണം. അവർ നിങ്ങളെ കണ്ട് കേട്ട് ഗ്രഹിച്ച് മുൻപോട്ട് പോകുന്നവരാണ്. നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചിന്തകൾ ദൈവസന്നിധിയിൽ വളരെ ശ്രദ്ധയോടുകൂടി ഉള്ളതായിരിക്കണം. നാം വീണാൽ നാം ഓടണം. ഓടുക മാത്രമല്ല, എന്തുകൊണ്ട് വീണു എന്ന് നാം ശ്രദ്ധിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം. അവസാനമായിട്ട് ഹൗ ടു ലീവ് ഹോളി എന്നുള്ളൊരു ചാപ്റ്റർ നാം ഫിനിഷ് ചെയ്യുമ്പോൾ the last one is വിശുദ്ധിയിൽ നമുക്ക് വളരാൻ കഴിയണം. ഗ്രോ ഇൻ ഹോളിനെസ്. വിശുദ്ധിയിൽ നമുക്ക് വളരാനായിട്ട് കഴിയണം. എന്ന് വെച്ചാൽ അഭ്യസിച്ചത് ധൈര്യത്തോടെ ചെയ്യാൻ കഴിയണം. നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് ദൈവം അഭ്യസനം നൽകുകയാണ്. എന്തൊക്കെ ചെയ്യണം എന്നുള്ള അഭ്യസനം വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നൽകുകയാണ്. ഈ അഭ്യസനം കിട്ടിയാൽ ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു പരീക്ഷ വരുമ്പോൾ അത് നിർവഹിക്കാനായി നാം എന്ത് ചെയ്യണം? തീരുമാനിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അഭ്യസിക്കാതെ വിശുദ്ധിയിൽ നമുക്ക് വളരാൻ കഴിയാതെ, ചെയ്യാൻ കഴിയാതെ, അത് പ്രാക്ടീസ് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആ അറിവുകൾ ഒരു അറിവുകളായി മാത്രം എന്ത് ചെയ്യും? തീരും. ഇമ്മീഡിയറ്റ് ആയിട്ട് നെക്സ്റ്റ് ടൈം ഏറ്റവും ആദ്യം അത് നമ്മുടെ ജീവിതത്തിൽ നാം അഭ്യസിക്കാനും പ്രാക്ടീസ് ചെയ്യാനും ധൈര്യത്തോടെ ചെയ്യാനും നമുക്ക് കഴിയണം. അതുകൊണ്ട് സദൃശവാക്യത്തിൽ പറയുന്നത്, നമ്മൾ എപ്പോഴും പറയുന്ന വാക്യം 24-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ, നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും, ദുഷ്ടന്മാരോ അനർത്ഥത്തിൽ നശിച്ചു പോകും. എന്ന് വെച്ചാൽ try again, you will try, at last you will success. നീ ചെയ്തുകൊണ്ടേയിരിക്കുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു പക്ഷേ ഒരിക്കൽ പരാജയമാകാം, രണ്ടാമത് പരാജയം സംഭവിച്ചേക്കാം, പക്ഷേ നീ വിജയത്തിലേക്ക് ഒരു ദിവസം എത്തും, അത് നിശ്ചയം. പക്ഷെ പ്രാക്ടീസ് ചെയ്യാതെ നമുക്ക് വിജയത്തിലേക്ക് എത്താനായിട്ട് കഴിയുകയില്ല.
സാധാരണ ഒരു 3 യാത്രികർ ഒരു യാത്ര പോയത് പണ്ട് ഞാൻ ആരോ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. 3-4 പേരുള്ള ഒരു യാത്രയാണ്. അവരിങ്ങനെ നീണ്ട ഒരു യാത്ര നടത്തുക, ഒരുമിച്ച് ചേർന്നുള്ള യാത്രയാണ്. യാത്രയുടെ ഇടയ്ക്ക് ഒരു സമുദ്രം കടക്കേണ്ടതായി വന്നു. സമുദ്രത്തിലൂടെ യാത്ര ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പം ഒരു വലിയ കുഴിക്കകത്ത്, ചെളിക്കകത്ത് അകപ്പെട്ടു. അപ്പൊ ഇവര് 4 പേരും കൂടെ എന്ത് ചെയ്യാം, ചവിട്ടി 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 കയറാനായി ശ്രമിച്ചു. അപ്പൊ ഒരാള് പറഞ്ഞു, നീ വെറുതെ കിടന്ന് ചവിട്ടേണ്ട ആവശ്യമില്ല, നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ അങ്ങ് കിടക്കുക. മറ്റേ 3 പേരും കൂടെ ചവിട്ടി ചവിട്ടി കുറെ കഴിഞ്ഞപ്പം ഈ ചെളി കടന്ന് പോയി. കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പിന്നെ അവരെന്ത് ചെയ്തു, ഒരു ചെളിക്കുണ്ടിൽ പെട്ടു. ഒരു 3 പേരും കൂടെ ചവിട്ടാൻ തുടങ്ങി. അപ്പൊ ഇപ്പുറത്ത് കിടന്ന് ചവിട്ടിയാൻ പറയാം, ഞാൻ അന്നേരെ പറഞ്ഞല്ലേ ഇവിടെ കിടന്ന് ചവിട്ടിയാൽ മതി, വെറുതെ അത്രയും ദൂരം പോയി ചവിട്ടേണ്ട ആവശ്യം. ഈ 3 പേരും കൂടെ അവിടെ കിടന്നാണ് ചവിട്ടുക. അപ്പൊ അതിലൊരുത്തം പറഞ്ഞു, ഇനി ഞാൻ പോകുന്നില്ല കേട്ടോ. അവൻ അവിടെ ബുദ്ധിയോടെ ചെയ്തിരുന്നെങ്കിൽ ആദ്യം അങ്ങ് ചവിട്ടി തുടങ്ങിയാൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ വരെ മതി, ഇനി ഞാൻ മുമ്പോട്ട് പോകുന്നില്ല. അപ്പൊ ഒരുത്തൻ അവിടെ കിടന്ന് ചവിട്ടാൻ തുടങ്ങി. ബാക്കി 2 പേരും ചവിട്ടി ചവിട്ടി രക്ഷപ്പെട്ട് അപ്പുറത്ത് കിടന്നു. കുറെ കഴിഞ്ഞ് പിന്നെ ഒരു ചെടുക്കൊണ്ടിനകത്ത് വിട്ടു. 2 പേരും ചവിട്ടാൻ തുടങ്ങി. പുറകിൽ 2 പേരും വിളിച്ചു പോലെ, ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഇത്രയും ദൂരം പോകണ്ട, ഇവിടെ വല്ലം കിടന്ന് ചവിട്ടിയാ മതിയായിരുന്നല്ലോ. ഒരുത്തൻ പറഞ്ഞു, ഞാൻ പോകുന്നില്ല, ഇവിടെ കിടന്ന് ചവിട്ടുക. 4-മൻ പിന്നെയും വീണ് എഴുന്നേറ്റ് അക്കരെ എത്തി. പക്ഷെ കേട്ട ഒരു കഥയായിരിക്കാം. ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ ഇതാണ്, ജീവിതത്തിൽ പരാജയങ്ങൾ ഒരു പക്ഷെ നേരിട്ടേക്കാം. ഒരുപക്ഷെ നാം ഉദ്ദേശിക്കുന്ന നിലയിലൊക്കെ നമുക്കത് എത്തിപ്പിടിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകാം. പക്ഷേ അഭ്യസന തുടരുക, ചെയ്യുവാൻ നിശ്ചയദാർഢ്യത്തോടെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ നിശ്ചയമായും നമുക്കൊരു അക്കരെ കടന്ന് ഒരു ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് കഴിയും. നിശ്ചയം. എത്ര പേർക്ക് ഇന്ന് രാത്രി അത് വിശ്വസിക്കാനായിട്ട് കഴിയും? നിശ്ചയമായും നമുക്ക് അക്കരെ കടക്കാനായിട്ട് കഴിയും. എങ്ങനെ നമുക്ക് വിശുദ്ധനായി ജീവിക്കാൻ കഴിയും? ഹൗ ടു live holy. നമുക്ക് എങ്ങനെ വിശുദ്ധനായി ജീവിക്കാൻ കഴിയും? ഞാൻ പറഞ്ഞ 4 കാര്യങ്ങൾ മറന്നു പോകരുത്. 1, വിശുദ്ധിയെ സ്നേഹിക്കണം. 2, എന്ന് പറഞ്ഞു, ക്ഷമിക്കുന്ന ദയാലുവായ പൊറുക്കുന്ന ഒരു ദൈവത്തിന്റെ ഉയരവും ആഴവും വീതിയും നീളവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. കാർമുകിലിനെ പോലെ നമ്മുടെ പാപങ്ങൾ തുടച്ച് മാറ്റിയ ദൈവം, ഉദയാസ്തമയത്തോടെ അകന്നിരിക്കുന്നത് പോലെ നമ്മുടെ അകൃത്യങ്ങളെ നമ്മോട് അകറ്റിയ ദൈവം, സമുദ്രത്തിന്റെ ആഴത്തിൽ അകൃത്യങ്ങൾ മൂടിക്കളഞ്ഞ പോലെ നമ്മുടെ അകൃത്യങ്ങൾ മടങ്ങി വരാത്ത വിധം മറച്ചു കളഞ്ഞ ദൈവം, നമ്മുടെ പാപം നമ്മുടെ പുറകിൽ എറിഞ്ഞു കളഞ്ഞ ദൈവം. ആ ദൈവത്തെ നമുക്ക് ധ്യാനിക്കാൻ കഴിഞ്ഞാൽ ചെറുപ്പക്കാരനായ മിസ്രയീമിലെ യോസഫിനെ പോലെ നമുക്ക് പറയാൻ കഴിയും, എന്റെ ദൈവത്തെ എനിക്ക് എങ്ങനെ. മൂന്നാമതായിട്ട് വിശുദ്ധി നാം അഭ്യസിക്കണം. 4-മതായിട്ട് അത് ചെയ്യുവാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ടൈം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ നിശ്ചയമായും ഒരു വിശുദ്ധിയുടെ ദിവ്യാനുഭവം നമുക്ക് പ്രാപിക്കാൻ കഴിയും. രാത്രി എത്ര പേർക്ക് അതിന് ഒരു സമർപ്പണമുണ്ട്? ഒരു നിമിഷം ഈ ക്ലാസ്സുകളുടെ അവസാനം ഒരല്പസമയം, ഒരു 5 മിനിറ്റ് സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചിലവിടുവാൻ പരിശുദ്ധാത്മാവിന്റെ ഒരു നിയോഗമുണ്ട്. നമ്മുടെ കണ്ണുകളെ അടച്ച് ദൈവസ്ഥയിൽ നമുക്കൊന്ന് മുഴങ്കാലിലിരിക്കാൻ കഴിഞ്ഞാൽ, ഇരിപ്പിന്റെ ഒരു നിലയൊന്ന് മാറ്റി നമ്മുടെ ശരീരം അനുവദിക്കുന്നെങ്കിൽ നിശ്ചയമായും ഒരു നിമിഷം പ്രിയപ്പെട്ടവരെ ദൈവസ്ഥയിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാൻ കഴിയാം. ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകൾ ദൈവസ്ഥലത്തിലേക്ക് ഉയരണം. ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി നമ്മെ സ്പർശിക്കണം. കർത്താവേ, ഇതുവരെ എനിക്കൊരു വിശുദ്ധിയോടെ ജീവിക്കാൻ കഴിയാത്തതിന്റെ കാരണം എനിക്ക് വിശുദ്ധിയെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് രാത്രി ഞാനൊരു തീരുമാനമെടുക്കുന്നു.
കർത്താവേ, നിന്റെ വിശുദ്ധിയെ ഞാൻ സ്നേഹിക്കും. ഞാൻ സ്നേഹിക്കുന്ന ഞാൻ ചെയ്യുന്നത് എനിക്കൊരു ഭാരമായി ഒരിക്കലും തീരുകയില്ല. ഞാൻ ഓരോ പ്രലോഭനത്തിലും അകപ്പെടുമ്പോൾ ക്ഷമിക്കുന്ന ഒരു ദൈവത്തിന്റെ സ്വഭാവത്തെ ഞാൻ ധ്യാനിക്കും. അവരുടെ ക്ഷമയുടെ ഉയരം, അവിടുത്തെ ക്ഷമയുടെ വീതി, അവിടുത്തെ ക്ഷമയുടെ ആഴം, അവിടുത്തെ ക്ഷമയുടെ നീളം ഞാൻ ഓർക്കും. യോസഫിനെ പോലെ ഇതുപോലെ എന്നെ ഒരു സ്നേഹിച്ച ഒരു ദൈവത്തിന്റെ മുൻപിൽ എങ്ങനെ എനിക്ക് ഈ പാപം ചെയ്യുവാൻ കഴിയും? രാത്രി പ്രിയപ്പെട്ടവര്, ദൈവ സ്നേഹത്തിന്റെ ആ ആധിക്യം നാം മനസ്സിലാക്കുമ്പോൾ, ദൈവക്ഷമയുടെ ആ ആഴം നാം അറിയുമ്പോൾ, പാപത്തിൽ നിന്ന് ജയം നേടുവാൻ തക്കമുള്ള കരുത്ത് നമുക്ക് പ്രാപിക്കാനായിട്ട് ഒരു വിശുദ്ധനായി നമുക്ക് ജീവിക്കാനൊരു തീരുമാനമെടുക്കാൻ കഴിയട്ടെ. യൗവനക്കാരനായിട്ടുള്ള ദാനിയേൽ പറയുന്നത്, രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെത്താൻ അശുദ്ധനാകുകയില്ല എന്ന് അവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചു. നമ്മളുടെ തീരുമാനമെല്ലാം ഹൃദയത്തിൽ നിന്നാണ് വരേണ്ടത്. ഹൃദയത്തിൽ നിന്ന് നമ്മുടെ വിശ്വാസവും നമ്മുടെ തീരുമാനവും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വിശുദ്ധിയുടെ പ്രവൃത്തി നമുക്ക് ചെയ്യാനായിട്ട് കഴിയൂ. വേർ വിശുദ്ധമെങ്കിൽ കൊമ്പുകളും വിശുദ്ധം. ഒരേ ഉറവയിൽ നിന്ന് കയ്പും മധുരവും പുറപ്പെടുവാൻ കഴിയുകയില്ല. ഈ രാത്രി അതുകൊണ്ടൊരു തീരുമാനമെടുക്കൂ. രണ്ട് തരത്തിലുള്ള ഒരു ജീവിതം, ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി എനിക്കില്ല കർത്താവേ. ഒരൊറ്റ പേഴ്സണാലിറ്റിക്ക് വേണ്ടി ഇന്ന് രാത്രി എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുകയാണ്. ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് ചെയ്യാനുള്ളൂ, വിശുദ്ധിയോടെ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനുള്ള തീരുമാനം. നീതിക്ക് വിശന്ന് ദാഹിക്കുന്ന ഒരു അനുഭവം ഇന്ന് രാത്രി നമുക്ക് പ്രാപിക്കാനായിട്ട് കഴിയട്ടെ. വിശ്വാസ ജീവിതം അഭ്യസിക്കുവാൻ ഇന്ന് രാത്രി തീരുമാനമെടുത്തവര് മറന്നു പോകരുത്. 1 മണിക്കൂർ തിരുവചനം ധ്യാനിക്കുവാൻ തീരുമാനമെടുത്ത പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ തീരുമാനം ഇന്ന് രാത്രി സ്വർഗം കേട്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനത്തിന്റെ വായന നിങ്ങളെ ശുദ്ധീകരിക്കും. വിശുദ്ധിയുടെ ഗ്രന്ഥങ്ങളുടെ വായന നിങ്ങളെ വിശുദ്ധിയിലേക്ക് നയിപ്പാൻ തക്കവണ്ണം സഹായകരമായി തീരും. ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ഇന്ന് രാത്രി നമ്മെ തന്നെ സമർപ്പിക്കാം. ധൈര്യത്തോടെ നമുക്ക് ചെയ്യൂ. ഇന്ന് ഇവിടുന്ന് പുറപ്പെടുമ്പോൾ മുതൽ വിശുദ്ധിയുടെ പ്രവൃത്തി ചെയ്യുവാൻ തക്കവണ്ണം നാം മുന്നിട്ട് നൽകുക. നിശ്ചയമായും വിജയം നമുക്കുണ്ട്, ജയം നമുക്കുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ധന്യ നിമിഷങ്ങൾക്കായി നന്ദി പറയുന്നു. എങ്ങനെ വിശുദ്ധനായി ജീവിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് കർത്താവേ അവിടുത്തെ വചനത്തിലൂടെ നൽകിയ ദിവ്യ വെളിപ്പാടിനായി സ്തോത്രം. ഈ ദിവസങ്ങൾ കർത്താവേ അതിനുവേണ്ടി പ്രവർത്തിപ്പാൻ വേണം ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കർത്താവേ. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ ജീവിതത്തിലുള്ള പാളിച്ചകളെ കർത്താവെ കണ്ടറിഞ്ഞ ഒരു ഉറച്ച നിശ്ചയത്തോടെ മുൻപോട്ട് പോകുവാൻ, വിശുദ്ധിയുടെ ജീവിതത്തിന് വേണ്ടിയുള്ള വലിയ ആഗ്രഹവും താല്പര്യവും ഉണ്ടാകുവാൻ ഏവർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മഹത്വ പ്രത്യക്ഷതയിൽ ആരും കൈവിടപ്പെട്ടു പോകുവാൻ അവിടുന്ന് ഇടവരുത്തരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വിശുദ്ധനായിരിക്കുന്ന പോലെ വിശുദ്ധനായിരിക്കാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ.